നമസ്കാരം. ഫോർട്ടി ന്യൂസിലേക്ക് സ്വാഗതം. കേരളം ഒന്നാകെ ഉപതെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുകയാണ്. വയനാട്ടിലും ചേലക്കരയിലും വോട്ടെടുപ്പ് നടക്കുകയാണ് ഇന്ന്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി രാജിവെച്ചതോടെയാണ് 6 മാസങ്ങൾക്കിപ്പുറം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. UDF സ്ഥാനാർത്ഥിയായി പ്രിയങ്ക ഗാന്ധിയാണ് മത്സരിക്കുന്നത്. മറുവശത്ത് ഇടതുമുന്നണിക്ക് വേണ്ടി CPI-യുടെ സത്യൻ മൊക്കേരിയും BJPക്ക് വേണ്ടി നവ്യ ഹരിദാസുമാണ് മത്സര രംഗത്തുള്ളത്. അതുപോലെ തന്നെയാണ് ഇക്കുറി കേരളത്തിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നായ ചേലക്കരയിലും കടുത്ത മത്സരമാണ് പ്രതീക്ഷിക്കുന്നത്. മുൻമന്ത്രിയും ചേലക്കരയിലെ MLA-യുമായ K. രാധാകൃഷ്ണൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് മണ്ഡലത്തിൽ മത്സരത്തിന് വേദിയൊരുങ്ങിയത്. ഇടതുമുന്നണിക്ക് വേണ്ടി UR പ്രദീപും UDF സ്ഥാനാർത്ഥിയായി രമ്യ ഹരിദാസും NDAക്ക് വേണ്ടി C. ബാലകൃഷ്ണനും മത്സരിക്കുന്നു. ഏറെ വിജയപ്രതീക്ഷയോടെയാണ് സ്ഥാനാർത്ഥികൾ നിൽക്കുന്നത്. അങ്ങനെയിരിക്കെ EVM-ൽ തകരാർ സംഭവിച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. വയനാട്ടിലും ചേലക്കരയിലുമാണ് വോട്ടിംഗ് യന്ത്രത്തിൽ തകരാർ സംഭവിച്ചിട്ടുള്ളത്. വയനാട്ടിലെ 117-ാം ബൂത്തിൽ വോട്ടിംഗ് തടസ്സപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ. ആദ്യം 2 പേർ വോട്ട് രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് വോട്ടിംഗ് തടസ്സപ്പെട്ടത്. ചേലക്കരയിലെ തിരുവില്ലാമല പഞ്ചായത്തിലെ പാമ്പാടി സ്കൂളിൽ 116-ാം നമ്പർ ബൂത്തിൽ സാങ്കേതിക പ്രശ്നം ഉണ്ടായി. ഇവിടെ വോട്ടിംഗ് യന്ത്രം മാറ്റേണ്ടി വരുമെന്നാണ് വിവരം. BJP സ്ഥാനാർത്ഥിക്ക് ബാലകൃഷ്ണൻ വോട്ട് ചെയ്യേണ്ട ബൂത്താണിത്. ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്തിയതിന് പിന്നാലെ യന്ത്രത്തിൽ ഇൻവാലിഡ് എന്ന് കാണിക്കുകയായിരുന്നു. തിരുവമ്പാടി മണ്ഡലത്തിൽ 2 വോട്ടിംഗ് മെഷീനിൽ തകരാറുണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. കുടരഞ്ഞി പഞ്ചായത്തിലെ പൂവാറന്തോട് ബൂത്ത് 86-ൽ ഇതുവരെ വോട്ടിംഗ് ആരംഭിച്ചിട്ടില്ല. അഗസ്ത്യമുഴിയിലെ 117-ാം നമ്പർ ബൂത്തിൽ 2 പേർ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞപ്പോഴാണ് EVM തകരാറിലായത്. ഇവിടെ ബാറ്ററി മാറ്റി വോട്ടെടുപ്പ് പുനരാരംഭിച്ചിട്ടുണ്ട്. ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിൽ ബൂത്ത് 31-ലെ പോളിംഗ് ആരംഭിച്ചതിന് പിന്നാലെ വോട്ടിംഗ് യന്ത്രം തകരാറിലായി എന്നാണ് വിവരം. നേരത്തെ മോക്ക് ടെസ്റ്റ് നടത്തിയപ്പോൾ EVM-ന് മുകളിലെ തകരാറ് പരിഹരിച്ചതായാണ് റിപ്പോർട്ടുകൾ. പിന്നെ ഇത് എങ്ങനെ പറ്റിയെന്നാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന പ്രധാന ആരോപണം. പിന്നിൽ BJP ആണെന്നും അവർ ആരോപിക്കുന്നുണ്ട്. മോക്ക് ടെസ്റ്റിന് ഉപയോഗിച്ച അതേ EVM-കൾ തന്നെയാണോ തകരാറിലായിരിക്കുന്നത് എന്ന സംശയവും അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. വലിയ ഒരു അട്ടിമറി ഇതിന് പിന്നിൽ ഉണ്ട് എന്ന് തന്നെയാണ് അവർ വാദിക്കുന്നത്. കാരണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിരവധി തട്ടിപ്പുകളുടെ വാർത്തകൾ സമീപ ദിവസങ്ങളിലായി പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ആരോപണത്തെ തള്ളിക്കളയാനാവില്ല എന്നതാണ് യാഥാർത്ഥ്യം.